ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് എൽദോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2.5 വർഷം ചെന്ന ഒരു റംബൂട്ടാൻ തൈയാണ്. ഈ വർഷം ഇതിൽ നിന്ന് 50 കിലോയോളം നമുക്ക് റംബൂട്ടാൻ ലഭിക്കുകയുണ്ടായി. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, നമുക്ക് സാധാരണയായി ഇപ്പോൾ എല്ലാ വീടുകളിലും റംബൂട്ടാനും വളരുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള റംബൂട്ടാൻ്റെ ഉൽപ്പാദനം 5 ഇരട്ടിയോളം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിൻ്റെ ഒരു ചെറിയ ലഘു വിവരണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. നിങ്ങൾക്കറിയാം, ജൂൺ മാസത്തോടു കൂടി റംബൂട്ടാൻ്റെ ഉൽപ്പാദനം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ നിലവിലുള്ള റംബൂട്ടാൻ്റെ ഉൽപ്പാദനം 5 ഇരട്ടിയാക്കുന്നതിന് ഒരു ചെറിയ വിദ്യയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. റംബൂട്ടാൻ കുലകൾ കുത്തി ഉണ്ടായതിന് ശേഷം, അത് പറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചില്ല ഏകദേശം ഇവിടെ വെച്ച് നമ്മൾ കൈകൊണ്ട് ഒടിച്ച് നീക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ശിഖരങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരു ചില്ല ഒടിക്കുമ്പോൾ ഏകദേശം 5 ചില്ലയോളം അവിടെ നിന്ന് ശിഖരങ്ങളായി പുറപ്പെടുന്നത് കാണാം. റംബൂട്ടാൻ എന്ന ചെടിയുടെ സവിശേഷത എന്തെന്നാൽ എല്ലാ ചില്ലകളിലും ഇത് കുലകൾ കുത്തിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചില്ല ഈ വർഷം ഒടിച്ചു മാറ്റുമ്പോൾ അവിടെ നിന്ന് 5 ചില്ലകൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അടുത്ത വർഷം ഈ 5 ചില്ലകളിലും റംബൂട്ടാൻ കുലകൾ കുത്തി ഉണ്ടാവുന്നതാണ്. അങ്ങനെ എല്ലാ ചില്ലകളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വർഷം ഉണ്ടായതിൻ്റെ 5 ഇരട്ടി ഉൽപ്പാദനം നമുക്ക് അടുത്ത വർഷം ഉണ്ടാകും എന്ന് മാത്രവുമല്ല, റംബൂട്ടാൻ ഉയരങ്ങളിലേക്ക് പോകാതെ താഴ്ന്ന് തന്നെ പടർന്ന് പന്തലിച്ച് നമുക്ക് കൈകൊണ്ട് താഴ്ത്തു നിന്ന് പറിക്കാവുന്നത് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ശ്രദ്ധയിൽച്ചിക്കാൻ സാധിക്കും. ഇത് നേരത്തെ ഒടിച്ചിട്ടുള്ളതിൽ നിന്നും ഇതളുകൾ പൊട്ടിപ്പുറപ്പെടുന്നതാണ്. എല്ലാ ചില്ലകളിലും ഇതേപോലെ തന്നെ ഇതളുകൾ വരികയാണെങ്കിൽ നമുക്ക് ഈ വർഷം ലഭിച്ചതിൻ്റെ ഇരട്ടിയായിട്ട് അടുത്ത വർഷം ഉണ്ടാകും. അങ്ങനെ എല്ലാ വർഷവും നമ്മൾ ഇതിനോട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉൽപ്പാദനം 5 ഇരട്ടിയോളം തന്നെ വർദ്ധിപ്പിക്കാവുന്നതാണ്.